ഹലോ നമസ്കാരം. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ മറൈൻ ഫാൻറ്റസി വേൾഡ് ആൻഡ് റോബോട്ടിക് എക്സ്പോ ആരംഭിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണില്ലേ? നമ്മളിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാത്രി സമയത്താണ് ഞങ്ങൾ എത്തിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. നീണ്ട ഒരു ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചത്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ്. അപ്പം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ എത്തുമ്പോൾ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മെ കാത്തിരിക്കുന്നത്. 2 സൈഡുകളിലുമായിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇവർ ഈ മീൻകൂട്ടങ്ങളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ മുതിർന്നവർക്കും ഏറെ കൗതുകം നൽകുന്ന കാഴ്ചകളാണ് ഇവിടെ. അലങ്കാര മത്സ്യങ്ങളായിക്കോട്ടെ, ചെറുതും വലുതുമായി പല തരത്തിലുള്ള നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല രീതിയിലുള്ള മീനുകളാണ് ഇവിടെയുള്ളത്. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു എന്നതിൻ്റെ ബുദ്ധിമുട്ടൊഴിച്ചാൽ നമുക്ക് ഏവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ടണലിലേക്കാണ്. കടലിനടിയിൽ നമ്മൾ എങ്ങനെയായിരിക്കുമോ മീനുകളെ കാണുന്നത്, അതേ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായ കാഴ്ചകളെന്ന് പറഞ്ഞാൽ മാത്രം പോരെ, നിങ്ങൾ നേരിട്ട് പോയി കണ്ട് തന്നെ അറിയേണ്ട കാഴ്ചകളാണിത്. ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളുടെ കുഞ്ഞതൊക്കെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുന്നുണ്ടേ. ഞങ്ങളിവിടെ എത്തിയത് ദീപാവലിയുടെ തലേ ദിവസമായിരുന്നു. പിന്നെ ഞായറാഴ്ചയും കൂടെ ആയിരുന്നേ. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും നമ്മളിവിടെ കണ്ടത്. തിരക്കില്ലാത്ത സമയത്താണ് ഇവിടെ എത്തുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ടണലിലെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കൗതുക കാഴ്ചകൾ തുടരുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കാണാൻ തന്നെയാണ്. അതെന്തായിരിക്കുമെന്നല്ലേ? അതെ, നമ്മുടെ മെർമെയ്ഡ് തന്നെ. ഇത് കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടി വെയിറ്റ് ചെയ്ത് നിന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ ആദ്യമായി കാണുമ്പോൾ കുട്ടികളെക്കാളും നമുക്കാണല്ലേ ഏറ്റവും കൂടുതൽ കൗതുകം. അങ്ങനെ മെർമെയ്ഡിനെയും കണ്ടു. അതിനൊരു ഫ്ലൈയിങ് കിസും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങുകയാണ്. എന്തായാലും വന്നത് കാര്യമായി. അങ്ങനെ മെർമെയ്ഡിനെയും കണ്ടു, കണ്ടിട്ടില്ലാത്ത പലതരം മീനുകളെയും കണ്ടു. ഇനി നമുക്കിവിടെ കാണാനുള്ളത് ഒരു റോബോട്ടിക് എക്സ്പോ ആണ്. എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന കണ്ടില്ലേ? എന്തിൻ്റെയാണെന്നോ? ഇവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട്. ഈ പട്ടിക്കുട്ടൻ്റെ ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കളിക്കാം. ഇവൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഇവന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, നമ്മുടെ മുന്നിൽ വന്ന് പോസ്റ്റ് ചെയ്ത് നിന്ന് തരുന്നത്. കുറേ സമയം നമ്മുടെ മുന്നിൽ ഇവനുണ്ടായിരുന്നു. ഇതാണ് നമുക്കിവിടെ ഏറ്റവും കൗതുകമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. ഇതിങ്ങനെ നടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ? കുറച്ച് സമയം നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നേ. പിന്നെ നമ്മൾ അവിടെ ഒരു മിനി റോബോട്ടിനെ കണ്ടു. ഇതിനെയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്കെല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളായിരുന്നേ. ഫുഡ് ഐറ്റംസ്, ടോയ്സ്, ഫാൻസി, അങ്ങനെ പലതരം സാധനങ്ങളുടെ സ്റ്റോളുകളായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങാം. പിന്നെ കുട്ടികൾക്കായിട്ട് ചെറിയൊരു പ്ലേയിങ് ഏരിയയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 100 രൂപയ്ക്ക് ഞങ്ങൾക്കിത് വേർത്തായിട്ടാണ് തോന്നിയത്. നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ പോയിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സാധിക്കുവാണെങ്കിൽ പോകണം. നമുക്കെന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.